ഉറപ്പില്ലാത്ത തൊഴിൽ, അവധികളില്ലാത്ത തൊഴിൽ, അതിന് വേതനവുമില്ലാതായാൽ തെരുവിലിറങ്ങി സമരം ചെയ്യുകയല്ലാതെ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകളിലേക്ക് നോക്കണം ഇന്ന് രാവിലെ. തലസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരാഴ്ചയായി ഒരു കൂട്ടം ആശാ വർക്കർമാർ നടത്തിവരുന്ന സമരം നമ്മുടെ കണ്ണിൽപ്പെടുന്നുണ്ടോ? കേരളത്തിന്റെ വിശ്വസിക്കാവുന്ന വർക്ക് ഫോഴ്സിലൊന്ന് കോവിഡ് കാലത്ത് ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം വരെ തേടിയെത്തിയ ആശാ വർക്കർമാർക്ക് നേരിടേണ്ടി വരുന്നത് തികഞ്ഞ അവഗണനയാണോ? തൊഴിലവകാശങ്ങളുടെ മനുഷ്യത്വ വിരുദ്ധമായ ലംഘനം തുടർക്കഥയാകുമ്പോൾ സമരത്തിനിറങ്ങുന്നവർ രാഷ്ട്രീയ പ്രേരിതമായ നീക്കമാണോ നടത്തുന്നത്? ഓണറേറിയമായി ലഭിക്കുന്ന 7,000 രൂപയും 2,000 രൂപ ഇൻസെന്റീവും ഉൾപ്പെടെ കഴിഞ്ഞ നവംബർ തൊട്ട് കിട്ടാത്ത ഇവരുടെ കുടുംബങ്ങളോട് സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞൊഴിയാൻ കേരള സർക്കാരിന് കഴിയുമോ? 2016 മുൻപ് 1,000 രൂപ മാത്രമായിരുന്ന പ്രതിമാസ ഓണറേറിയം 7,000 രൂപ വരെ വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ അവഗണിക്കുന്നുണ്ടെന്ന ആരോപണത്തിൽ ശരിക്കുണ്ടോ രാഷ്ട്രീയം? ഇരുവശത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഒരു കൂട്ടം സ്ത്രീകൾ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചും റോഡരികിൽ കുത്തിയിരുന്ന് 7 ദിവസത്തിലേറെയായി സമരം ചെയ്യുന്നു, സമരം ചെയ്യേണ്ടി വരുന്നു എന്നത് തന്നെയാണ് സത്യം, യാഥാർത്ഥ്യം. ആശാ വർക്കർമാരെ ആട്ടിപ്പായിച്ചു കൊണ്ടുവന്നു എന്ന ധനമന്ത്രിയുടെ വാക്കുകൾക്ക് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ലാതാകുന്നത് അതുകൊണ്ടാണ്. പരിഹരിക്കാനാകുമോ ആരോഗ്യവകുപ്പിന് ആശ കെടുത്താതെ ഇവരുടെ സമരം? പരിശോധിക്കുന്നു ഇന്ന് ന്യൂസ് ട്രെൻഡ്സ് ഇതുകൂടി.